കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. സകല മനുഷ്യർക്കും ഈശോ എന്ന് പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് ജൂബിലി വർഷം ആശംസിക്കാൻ വേണ്ടിയാണ്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, കടങ്ങളെല്ലാം എഴുതിത്തള്ളും. അതാണ് ജൂബിലി വർഷം. എന്ത് വലിയ കടക്കാരനായാലും ശരി, അതെല്ലാം എഴുതിത്തള്ളി ഒരു ക്ലീൻ ഷീറ്റിന് കൊടുക്കുക. യു ക്യാൻ സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ. ജീവിതം ഇന്ന് പുനരാരംഭിക്കാം. നിൻ്റെ അകൃത്യങ്ങളും കുറ്റങ്ങളും ഒന്നും ഞാൻ ഇനി ഓർക്കില്ല. അതില്ലാത്തതുപോലെ ഞാൻ കണക്കാക്കും. നിനക്ക് ആരംഭിക്കാമെന്ന്. ഇപ്പോൾ ലോകത്തിന് മുഴുവനും വീണ്ടും ആരംഭിക്കാനുള്ള വലിയ സാധ്യത തുറക്കുന്ന കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമാണ് ദൈവമെന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ ലോകം നന്നാവണമെങ്കിൽ ഈ പാപത്തെ നീക്കിക്കളയണം, പാപത്തിന് പരിഹാരം ചെയ്യണം. വെറുതെ നീക്കിക്കളഞ്ഞാൽ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ ഈശോയുടെ ബലി സകല പാപത്തിൻ്റെയും പരിഹാരം ഞാൻ മരിച്ചുകൊള്ളാം, ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന്. ലോകത്തിൻ്റെ പാപത്തിന് മുഴുവനും ഭാരം അവിടെ നിന്ന് ഏറ്റെടുത്തു. അതുകൊണ്ട് ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. ലോകത്തിൻ്റെ ചുറ്റുപാടുമുള്ള കുരിശുകളൊക്കെ ഏറ്റെടുക്കണം. എന്നിട്ട് എൻ്റെ പിന്നാലെ വരണം. ഏറ്റവും വലിയ കാരുണ്യമെന്ന് പറയുന്നത് കുറ്റങ്ങൾ ഏറ്റെടുക്കുക, അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്. അത് നമ്മുടെ സിംബോളിക്കായിട്ട് ധാരാളം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു കുരിശെടുക്കുമ്പോൾ ആരുടെയും കുരിശ് ഇല്ലാണ്ടാവണം. നമ്മുടെ ഒരു ഭാരം എടുക്കുമ്പോൾ ആരുടെയെങ്കിലും ഭാരമില്ലാതാകണം. മദർ തെരേസ ഒരു ഭാരം എടുക്കുമ്പോൾ അതൊരു രോഗിയുടെ ഭാരം ഇല്ലാതായി തീരുക ചെയ്യുന്നത്. ഈശോ കുരിശെടുത്തപ്പോൾ ലോകത്തിൻ്റെ കുരിശുകൾ ഇല്ലാതായിത്തീരുന്നു. അവൻ സഹനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അനേകരുടെ ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് വെറുതെ വായുവിൽ അടിക്കുന്നവരെ മർദ്ദിക്കുന്നവരെ പോലെയാകാൻ പാടില്ല. ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെടണം. ഇറ്റ് ഷുഡ് ഇഫക്റ്റ് സംതിങ്. അതുകൊണ്ട് ചെയ്യുന്നത് വെറുതെ ഷോ ബിസിനസ്സാക്കി മാറ്റാതെ, വെറും പ്രകടനമാക്കി മാറ്റാതെ, പത്രത്തിലും ചാനലിലും വരാൻ വേണ്ടി മാത്രമാകാതെ, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കണം. ലോകത്തിൻ്റെ പാപം നീക്കപ്പെടണമെങ്കിൽ പാപത്തിൻ്റെ ഭാരം ഞാൻ ചുമക്കാനിട വരണം. കുരിശിൻ്റെ വഴി നടത്താൻ താഴ്വരയിൽ കുരിശുകൾ ഇഷ്ടം പോലെയുണ്ട്. കൽക്കട്ടയിലെ ചേരികളിൽ കുരിശിഷ്ടം പോലെയുണ്ട്. നമ്മുടെ അയൽപക്കത്ത് രോഗം ബാധിച്ചവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, വൈകല്യങ്ങളുള്ള ബാല്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ട യൗവനങ്ങളുണ്ട്. അവിടെയൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ കുരിശിൻ്റെ ഒരു കുരിശ് മല തന്നെ ചില താഴ്വരയിൽ കാണും. ആ കുരിശ് മലയാകുന്ന താഴ്വരയിലെ കുരിശുകൾ ഒരുമിച്ച് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലിയായിരിക്കും. ഇപ്പോൾ യേശുവയുടെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശനം അവിടുത്തെ ബലിയായിരുന്നു. ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന പാപമില്ലാത്തവൻ്റെ ബലി. ഇന്ന് അത്തരക്കാരില്ലെന്നുള്ളതാണ് പ്രശ്നം. പാപമില്ലാത്തവൻ പാപത്തിന് പരിഹാരം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്തുകൊണ്ട് എന്നെ കുറ്റം ആരോപിക്കുന്നു എന്നുള്ള പരിഭവങ്ങളല്ലേ നമുക്ക്. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കാൻ പാകത്തിന് വലിയ സ്നേഹം, അത് ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന്. ഇതെൻ്റെ പാപമാണ്. കാരണം യേശു നമ്മളെയൊക്കെ സ്വന്തം ശരീരഭാഗം പോലെ കണക്കാക്കുന്നു. പൗലോസ് ലീഹ കേട്ടു യേശുവിൻ്റെ സ്വരം, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന്. യേശുവിനെ സാവുകൾ പീഡിപ്പിച്ചിട്ടില്ല, ക്രിസ്ത്യാനികളാണ് പീഡിപ്പിച്ചത്. എന്നിട്ട് ആദ്യം കേട്ട സ്വരം, നീ പീഡിപ്പിക്കുന്ന യേശു. പൗലോസ് തിരിച്ചറിഞ്ഞു, യേശു ശിരസ്, അവൻ്റെ അവയവം ലോകം വിശ്വമ്പോളം വിശാലമാണ്, ഈ ലോകത്തോളം തന്നെ വിശാല, സകല മനുഷ്യരും അവന് ശരീരഭാഗം പോലെയാണെന്ന്. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ക്ഷതമേൽക്കുമ്പോൾ വേദനിക്കുന്ന ദുഃഖിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന്, ക്ഷതപ്പെടുന്ന
ഒരു യേശു ഉണ്ടെന്ന്. അതുകൊണ്ട് യേശുവിനെ ഹീൽ ചെയ്യണോ, യേശുവിനോട് സ്നേഹം പ്രകടിപ്പിക്കണമോ, എങ്കിൽ യേശുവിൻ്റെ മുറിവുകൾ ഉണക്കണമെങ്കിൽ യേശുവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിൽ പോയി നിന്നാൽ പോരാ. യേശുവിൻ്റെ കുരിശ് ചുറ്റുമുള്ള ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരൻ്റെ കുരിശാണെന്ന് തിരിച്ചറിയാൻ പറ്റുക. അവിടെ അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുമ്പോൾ, അവന് സ്വാതന്ത്ര്യത്തിൻ്റെ തൈലം പൂശുമ്പോൾ യേശുവിനെ തന്നെയാണ് ആദരിക്കുന്നതെന്നും സ്നേഹിക്കുന്നതെന്നും തിരിച്ചറിയാൻ പറ്റണം. അതാണ് ദിവ്യകാരുണ്യ ആരാധന യാഥാർത്ഥ്യമാക്കുക എന്നതിൻ്റെ അർത്ഥം. ഞാൻ സൂചിപ്പിച്ചു, അതൊരു വലിയ വിരുന്നാണ്, ഒരു ബലിയാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നത് കാൽവരിയിലേക്കാണ്, കുരിശുമരത്തിലേക്കാണ്. നിരന്തരം ശിഷ്യന്മാർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും പത്രോസ് പറഞ്ഞത്, നിനക്ക് ഒരു തെറ്റും ചെയ്യാത്ത നിനക്ക് ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഈ കുരിശ് നിനക്കുള്ളതല്ല. പത്രോസ് പ്രതിഷേധിച്ചു, തെറ്റ് ചെയ്യാത്ത നീ ഒരിക്കലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. പത്രോസിനെ ശകാരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോകുമെന്ന്. കുരിശിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാത്ത പത്രോസിനെ ശകാരിക്കുന്ന യേശു സാത്താനെന്ന് വിളിച്ചുകൊണ്ട്, എന്നിട്ട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ്, പൊന്നു മനസ്സുണ്ടെങ്കിൽ ഈ യാത്ര തുടർന്നാൽ മതി. എൻ്റെ പിന്നാലെ വരാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, എന്നിട്ട് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ എൻ്റെ യാത്ര കാൽവരിയിലെ യാഗവേദിയിലേക്കാണ്. പിന്നാലെ വരാൻ താല്പര്യമുള്ളവൻ സ്വയം പരിത്യജിക്കണം. കാരുണ്യമെന്ന് പറയുന്നത് സ്വയം പരിത്യജിച്ചുള്ള ഈ ദാനമാണ് തിരിച്ചറിയാൻ പറ്റുക. ഈ കുരിശെടുക്കലാണ് കാരുണ്യം. അതില്ലാതെ കാരുണ്യം പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അവിടെ ആ യാഗവേദിയിൽ അവിടുന്ന് സ്വയം എൻ്റെ ഇഷ്ടപ്രകാരം അതിനുവേണ്ടി ഈശോ ഒരുങ്ങുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ ഒരുങ്ങും, രക്തം വിയർത്തുകൊണ്ട്. വലിയ സംഘർഷമായിരുന്നു. അതിനിടയ്ക്ക് ഗെത്സെമനിയിൽ പത്രോസ് വരും, നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഈശോയുടെ മനസ്സ് അല്പം ചഞ്ചലിക്കുക. പത്രോസ് പറഞ്ഞതുപോലെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരണം. എത്ര പേരാ പ്രലോഭിക്കാനുള്ളത് യേശുവിനെ? ഈശോയിൽ പ്രതീക്ഷ നട്ടിരിക്കുന്ന എത്രയോ സ്ത്രീകൾ, എത്രയോ സഹയാത്രികർ, ശിഷ്യന്മാർ, ഇവരുടെയൊക്കെ പ്രതിഷേധം, ഇവരുടെയൊക്കെ വേദന, ഇവരുടെയൊക്കെ സ്വപ്നങ്ങൾ, അതെല്ലാം കുരിശ് തകർന്നു പോകുമല്ലോ. അതുകൊണ്ട് കുരിശിൽ നിന്ന് രക്ഷപ്പെടുന്നത് തന്നെയല്ലേ നല്ലത്. ഈ പ്രലോഭനം നമ്മുടെയൊക്കെ പ്രലോഭനമാണ്. നമുക്കൊരു കുരിശും വരാതിരിക്കാൻ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നിരന്തരം നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അച്ഛനെ ഈ വിഷമമൊന്നും സഹിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, അച്ഛൻ എന്തെല്ലാം കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുള്ള, ഇനി സഹനത്തിന് വല്ല ആവശ്യമുണ്ടോ എന്ന് നിരന്തരം സാത്താൻ നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തിനാണ് ഞാൻ വന്നതെന്ന് തിരിച്ചറിയാൻ കഴിയണം. എന്നിട്ട് അവിടുന്ന് രാത്രി മുഴുവനും രക്തം വിയർത്തു. അത് ഒരുക്കായിരുന്നു. തൻ്റെ അവസാനത്തെ യാഗത്തിന് വേണ്ടി റിഹേഴ്സൽ പൂർത്തിയാക്കി. കാൽവരി കുരിശിലെ തൻ്റെ സഹനത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ സർവ്വരംഗങ്ങളും അത് കഴിഞ്ഞ് കുറ്റമറ്റ അവസാനത്തെ പ്രകടനമായിരുന്നു കാൽവരി കുരിശിൽ. ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈശോ തല ചായ്ച്ച് കഴിയുമ്പോൾ താഴ്ന്ന പട്ടാളക്കാരൻ പറയും, ഇവൻ ശരിക്കും ദൈവപുത്രൻ, യു ആർ ട്രൂലി ഗാഡ്. ദൈവത്തിനല്ലാതെ ഇതുപോലെ മരിക്കാൻ പറ്റില്ലെന്ന്. അതാണ് വെളിപാട്. അപ്പോൾ ഒരുങ്ങി, യാഗത്തിന് വേണ്ടി ഒരുങ്ങി മനോഹരമായിട്ട് ബലി അർപ്പിച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ ശക്തിയുള്ള ഒന്നുമില്ലെന്ന് തിരിച്ചറിയാൻ പറ്റുക. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഈ ബലിയാണ്, ഒരുങ്ങിയുള്ള ബലിയാണ്, എല്ലാം കൊടുക്കുന്ന ബലിയാണ്. അത് ഏറ്റവും വലിയ വെളിപാടാണ്. അവിടെ അത് കണ്ടു നിന്ന പട്ടാളക്കാരൻ പറഞ്ഞു ദൈവപുത്രനാണ്. അത് കണ്ടു നിന്ന യോഹന്നാൻ പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല ദൈവം എന്ന് പറയുന്നത്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. തിരിച്ചറിഞ്ഞു, ആ വെളിപാടിലൂടെ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെ വെളിപാടുകളിലൂടെ ദൈവം കാരുണ്യമാണ്, സ്നേഹമാണ് എന്ന് എത്ര പേര് തിരിച്ചറിയുന്നു? എങ്കിൽ പിന്നെ ദൈവനാമം പറഞ്ഞുകൊണ്ട് ആളുകളെ കൊല്ലാൻ തുടങ്ങുമോ? ആളുകളെ മർദ്ദിക്കാൻ തുടങ്ങുമോ? ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ആ വെളിപാട് ഇനിയും നമ്മൾ വെറുതെ തർക്കവും വിതർക്കങ്ങളുമായി കഴിയുക. നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി തീസിസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ മെനയുക.
വാദഗതികൾ ഉന്നയിക്കുക. അതൊക്കെ ഈ വെളിപാടിന് മുമ്പിൽ അപ്രസക്തമായിത്തീരും. ഇവൻ സത്യത്തിൽ ദൈവപുത്രനായിരുന്നു. ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെ ശക്തിയല്ല, ആധിപത്യമല്ല, കീഴ്പ്പെടുത്തലല്ല, മാനുഷിക സങ്കല്പങ്ങൾക്കൊക്കെ അതീതമാണ് അവനെന്ന്. അവൻ ശുദ്ധ സ്നേഹമാണ്, കാരുണ്യമാണ്. അവിടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേറെ വഴികളൊന്നുമില്ല, ഈ കാരുണ്യത്തിൻ്റെ വഴി തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെ കാരുണ്യത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ യേശുവിൻ്റെ കുരിശിലെ വെളിപാട്, കാരുണ്യത്തിൻ്റെ വെളിപാട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയണമെന്ന് ചുരുക്കം. അപ്പം അത് ആദ്യത്തെ ബലി. വിശുദ്ധ കുർബാന ബലിയും വിരുന്നുമാണ് ഞാൻ സൂചിപ്പിച്ചു. ഒരൊറ്റ ബലി, അതിൻ്റെ അകത്ത് ബലിയുടെ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ സമ്പൂർണ്ണതയുണ്ട്. എല്ലാം പൂർത്തിയായി. ഭയങ്കര വെളിപാടായിരുന്നു അത്. ദൈവം ആരെന്ന് ചരിത്രത്തിൽ ഇനി മറികടക്കാനാവാത്ത വിധം ലോകത്തോട് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി ദൈവം ആരെന്ന ചോദ്യത്തിന് വേറെ മറുപടികളൊന്നും തേടേണ്ടതില്ല. ആർക്കും ഉല്ലംഘിക്കാനോ മറികടക്കാനാവാത്ത ദ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഗാഡ്. ദൈവം സ്നേഹമാണെന്ന്. ഇനി അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുർബാനയെക്കുറിച്ച് വരും ഏറ്റവും വലിയ വിരുന്നാണെന്ന്. ബലി അർപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും കൂടെ സമർപ്പിക്കപ്പെട്ടു. കാൽവരിയിൽ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നല്ലൊരു ബലി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ബലിവസ്തു ഭയങ്കര വിരുന്നായിട്ട് തീരും. ലോകം മുഴുവൻ, ലോകാവസാനം വരെ ആസ്വദിക്കാൻ കഴിയുന്ന ഫുൾ മീൽ ഇന്ന് നമ്മൾ കഴിച്ചില്ലേ? ലോകത്തെമ്പാട് എത്രയോ പേരാ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ലോകാവസാനം വരെ വിളമ്പാൻ പറ്റുന്ന സമൃദ്ധിയുടെ, വിഭവസമൃദ്ധമായിട്ടുള്ള വിരുന്നാണ്. പക്ഷേ ഈ ബലി ഇല്ലെങ്കിൽ വിരുന്നുണ്ടാവില്ല. ബലിയുടെ സമൃദ്ധി അനുസരിച്ച, ബലിയുടെ സമ്പന്നതയായിരിക്കും ഈ വിരുന്നിൻ്റെ സമൃദ്ധി. ഈശോ കാൽവരിയിൽ ഈ വലിയ ബലി അർപ്പിച്ചു കഴിഞ്ഞ ലോകത്തിന് മുഴുവൻ ആസ്വദിക്കാൻ, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിപ്പിൻ. ഇതെൻ്റെ ജീവനാണ്, നിങ്ങൾ സ്വന്തമാക്കുവിൻ. ഇതെൻ്റെ സ്നേഹമാണ്, നിങ്ങൾ ആസ്വദിക്കുവിൻ, അനുഭവിക്കുവിൻ എന്ന് തൻ്റെ ജീവിതം മുഴുവനും ഒരു ബലിയായി തീർന്ന് അത് വിരുന്നാക്കി മാറ്റുന്ന യേശു. ഈ രൂപാന്തരീകരണത്തിൻ്റെ മുന്നോടിയായിട്ടന്ന് കാനായിൽ സംഭവിച്ചു. അവിടെ വീഞ്ഞ് തീർന്നുപോയി. യേശു പന്തലിലുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്തു? വെറുതെ കഴുകാൻ മാത്രമേ ശുദ്ധീകരണം ഉപയോഗിക്കുന്ന വെള്ളം അത് ആശീർവദിച്ചു. അത് വീഞ്ഞായി തീർന്നു കഴിഞ്ഞപ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിക്കുന്ന വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. ഇതുപോലെ കാൽവരിയിൽ എന്ത് സംഭവിച്ചു? തന്നെ ആശീർവദിച്ച് ബലിവസ്തുവാക്കി തീർത്തു. ഇനി അത് അനേകർക്ക് അനുഭവിക്കാവുന്ന ജീവനായി, സ്നേഹമായിട്ട് അനുഭവിക്കാം. സ്വന്തം ജീവിതം മുഴുവനും അപരന് ഭക്ഷണമായിട്ട്, പാനീയമായിട്ട്, ആസ്വദിക്കത്തക്ക വിഭവമായിട്ട് ഈശോയെ പങ്കുവെക്കുകയാണ്. അത് തന്നെ നമുക്ക് കാരുണ്യത്തിൻ്റെ മാലാഖയായ മദർ തെരേസ, അവിടെ ഒരു വേള തൻ്റെ ജീവിതം സമർപ്പിച്ചു. ലോരേറ്റയിൽ സിസ്റ്ററായിരുന്നു. കൽക്കട്ടയിൽ ചേരിയിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, കാരുണ്യത്തിന് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. അവൾ സമർപ്പിച്ചു. ദൈവത്തിന് സ്വന്തം ജീവിതമായി കാരുണ്യത്തിന് ബലിയായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എത്ര ലക്ഷം പേരാ മദർ തെരേസയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ മീലായി തീർന്നു, ഭക്ഷണമായിട്ട് തീർന്നു, സ്വാന്തനമായിട്ട് തീർന്നു, ആശ്വാസമായിട്ട് തീർന്നു, പ്രത്യാശയായിട്ട് തീർന്നു, വെളിച്ചമായിട്ട് തീർന്നു. എത്രയോ പേർക്ക് ആ ജീവിതം ഭക്ഷണമായി രൂപാന്തരപ്പെട്ടു. എത്രയോ തലമുറകൾ അവിടെ നിന്നും ആശ്വാസവും പ്രചോദനം ഉൾക്കൊള്ളാനിട വരുന്നു. ഒരു ജീവിതം ഭക്ഷണമായിട്ട് തീരുക. അതുകൊണ്ട് അത് ബലിയുടെ സമ്പന്നത, സമൃദ്ധി, അത് തന്നെയായിരിക്കും ഈ വിരുന്നിൻ്റെ സമൃദ്ധി. ഇന്ന് നമ്മുടെ വിരുന്നുകൾ വെറും തമാശയായിട്ട്, മിമിക്രി ആയിട്ട്, കോമിക്കായിട്ട് തീരുന്നതെന്താ? ചാനലുകളിലെ വിരുന്നുകളൊക്കെ മിമിക്രി ആയി പോണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ ബലി ഇല്ലാണ്ട് പോണു. ബലിയില്ലാതെ നല്ലൊരു വിരുന്ന് വിളമ്പാൻ പറ്റില്ല. ഒരപ്പനും അമ്മയും നല്ല ബലി അർപ്പിച്ച് കഴിയും, മക്കൾക്ക് നല്ല വിരുന്ന് കിട്ടും. സ്നേഹത്തിൻ്റെ വിരുന്ന്, കാരുണ്യത്തിൻ്റെ വിരുന്ന് ലഭിക്കും. ഒരു കോൺവെൻറ്റിലൊരു അമ്മ, ഒരു മദർ ബലിയായി തീർന്നു കഴിയുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ വിരുന്നുണ്ടാവും.
നേതാക്കന്മാർ സ്വന്തം ജീവിതം ബലിയായി തീർന്നു കഴിയുമ്പോൾ ഒരു ദേശത്തിന് സമൃദ്ധി ഉണ്ടാകും. അവരൊക്കെ സ്വാർത്ഥതയിൽ കുടിച്ച് കഴിയുമ്പോഴോ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. വല്ല ബാക്കി വേസ്റ്റൊക്കെ കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ, വല്ല ചില്ലറയൊക്കെ കൊടുക്കാനുണ്ടാവുകയുള്ളൂ. ആശ്വസിപ്പിക്കാൻ വേണ്ടി വല്ലതുമൊക്കെ കോൺസലേഷൻ പ്രൈസ് കൊടുക്കാം, സിംബോളിക്കായിട്ട് വല്ലതുമൊക്കെ. കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ബലി ഉണ്ടാവണമെന്ന്. അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ വിരുന്ന് വിളമ്പണമോ എങ്കിൽ അതിൻ്റെ പിന്നിൽ സ്വയം സമർപ്പണത്തിൻ്റെ യാഗത്തിൻ്റെ ഒരു ബലി വേണം. അത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ജീവിതത്തെ കൊടുക്കുന്നു എന്ന് കൊടുക്കാനായിട്ട് ഒത്തിരി പേര് കയ്യിലിരിപ്പുണ്ട്. യേശു ബലി അർപ്പിക്കാൻ കാരണം എന്താ? ആ ബലിയിലൂടെ കൊടുക്കാനുള്ള വലിയ സ്നേഹം പിതാവ് ഈശോയ്ക്ക് കൊടുത്തു. പിതാവിനുള്ളത് മുഴുവനും എൻ്റേതാണ്. സ്നേഹിക്കപ്പെട്ട ഒരു മകൻ്റെ സ്നേഹിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യമാണ് കാൽവരിയിലെ ബലി. എൻ്റെ ഇഷ്ടപ്രകാരം ഈ ജീവിതത്തെ ഞാൻ അപരന് വേണ്ടി വ്യയം ചെയ്യുന്നു. കാരണം പിതാവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ വീർപ്പുമുട്ടുന്നു. ഈ ബലി അർപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം, എനിക്ക് കഷ്ടം. സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ബലി അർപ്പിക്കാതിരിക്കാൻ പറ്റാത്തവണ്ണം ജീവിതം രൂപാന്തരപ്പെടുത്തിയ ഒരാൾ. മദർ തെരേസ പറയും, ബലി അർപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ആ ഗുരുതം. അവൾ പറഞ്ഞില്ലേ, ലവ് അണ്ടിൽ ഇറ്റ് ഹേർട്സ്. മുറിവേൽക്കുന്നത് വരെ, ക്ഷതമേൽക്കുന്നത് വരെ, ബലിയായി തീരുന്നത് വരെ സ്നേഹിക്കുക എന്നുള്ളത്. ആ സ്നേഹത്തിലേക്കാണ് അതിൻ്റെ എല്ലാം സ്രോതസ് എന്താണ്? മദർ തെരേസയ്ക്ക് ശക്തി മുഴുവൻ കിട്ടിയത് തന്നെ വിളിച്ച യേശുവിൽ നിന്നാണ്. മദർ തെരേസയ്ക്ക് ശക്തി മുഴുവൻ ലഭിച്ചത് ദിവസം ആരംഭിക്കുന്ന രാവിലെ അൾത്താരിൽ നിന്ന്, വിശുദ്ധ ബലിയിൽ നിന്ന്, തിരുവോസ്തിയിൽ നിന്നാണ്. അതുകൊണ്ട് ഏത് നാട്ടിൽ ചെന്നാലും ശരി ഞങ്ങൾ തുടങ്ങാം, കോൺവെൻറ്റ് തുടങ്ങാം. പക്ഷേ ശക്തി സ്രോതസ്സായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരു വൈദികനെ കിട്ടണം, ഒരു ബലിവേദി വേണം ഞങ്ങൾക്ക്. അവിടെ നിന്നേ ഞങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റൂ എന്ന്. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് കരുണയുടെ മാലാഖയായ മദർ തെരേസ നമുക്ക് നൽകുന്ന സന്ദേശം, ദിവ്യകാരുണ്യ സന്ദേശം ഇതാ: കാരുണ്യം പങ്കുവയ്ക്കുന്നവരായി തീരുക, കാരുണ്യമായി രൂപാന്തരപ്പെടുക. ഇന്നത്തെ സകല അസുഖങ്ങൾക്കും, ലോകത്തിൻ്റെ സകല തിന്മകൾക്കും, സകല രോഗങ്ങൾക്കും, പ്രതിസന്ധികൾക്കും എല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ: യഥാർത്ഥ സ്നേഹം, ദൈവം നൽകുന്ന സ്നേഹം, ദൈവമാകുന്ന സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക. ആ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി മുറിക്കപ്പെടുന്ന അപ്പമായി തീരുക, യാഗമായി തീരുക, ബലിയായി തീരുക എന്നുള്ളത്. ആ വെളിപാടിന് വേണ്ടി ലോകം കാത്തു നിൽക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം അതിജീവിക്കുന്ന ശുദ്ധ സ്നേഹം, അതാണ് ഈ തിരുവോസ്തിയിലുള്ളത്. ഗാഡ് എംപ്റ്റീഡ് ഹിംസെൽഫ്. യേശുവിലൂടെ പിതാവായ ദൈവം തന്നെ ശൂന്യനാക്കി, തൻ്റെ സമ്പത്ത് മുഴുവൻ ഭൂമിയിലേക്ക് വിതറി. ആ ശൂന്യതയിൽ, ആ എംപ്റ്റി സ്പേസിൽ ലോകം മുഴുവൻ എന്തു ചേരും? ഇറ്റ്സ് എ സാക്രമെൻ്റ് ഓഫ് യൂണിറ്റി. ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ സ്പേസാണ് ദറ്റ് എംപ്റ്റി ഗാഡ്. ശൂന്യനായ ദൈവം, അവൻ്റെ എംപ്റ്റിനെസ്സിൽ പ്രപഞ്ചം മുഴുവൻ, ഭൂഗോളം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അവിടെ സ്പേസ് ഉണ്ടെന്ന്. അവനിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം അവൻ വഴി ഉണ്ടായിട്ടുണ്ട്. അവൻ ശൂന്യനാകുമ്പോഴോ അവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ടാകും. അങ്ങനെ നമ്മളൊക്കെ നമ്മുടെ അഹന്ത ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ, നമ്മുടെ വലിയ ഭാവം ഒന്ന് വെടിഞ്ഞു കഴിയുമ്പോൾ അവിടെ സ്പേസ് ഉണ്ടാകും. ഈ അധികാരഭാവവും സ്വാസ്ഥതയും ത്യജിച്ചു കഴിയുമ്പോൾ അവിടെ എല്ലാവർക്കും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാൻ, അങ്ങനെ സ്നേഹത്തിൻ്റെ കൂദാശിയായിട്ട് തീരും. അതുകൊണ്ട് ഇത് വിശുദ്ധ കുർബാന ഈശോയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ഓർമ്മയാണ്. അതൊരു യാഗമാണ്, ബലിയാണ്. അതൊരു വലിയ വിരുന്നാണ്. അത് ഒരു ഒത്തുചേരലാണ്. where we all meet together. വ്യത്യാസങ്ങളില്ലാതെ ലോകം മുഴുവനും ഒന്നിക്കുന്ന സ്നേഹത്തിൻ്റെ സ്പേസാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ടാവില്ല. വിശുദ്ധ കുർബാന നമുക്ക് ലയിച്ചു ചേരാം. കാരണം ദൈവം കരുണയുടെ കടലാണ്. അതിൽ കാരുണ്യത്തിൻ്റെ ഒരു തുള്ളിയായി ലയിച്ചു ചേരുമ്പോൾ ഐ ലീവ് നോ മോർ ഐ, ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. കുർബാന സ്വീകരിക്കുന്നവൻ കുർബാനയാൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിവുണ്ടാവട്ടെ. അത് കഴിഞ്ഞ് അങ്ങനെ ഈശോയിൽ ലയിച്ച്, അവൻ്റെ സ്നേഹത്തിൽ ലയിച്ച്, സ്നേഹത്തിൻ്റെ കൂദാശിയായി തീരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാവർക്കും നന്മ നേരുന്നു. ദൈവത്തിന് സ്തുതി.